എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വരുമെന്ന് തന്നെ തോന്നുന്നു. അതോടെ മനസ്സിൽ കണ്ട് തന്നെയാ ഞാൻ മക്കളെ അവരുടെ കൂടെ വിട്ടത്. അച്ഛന് മോനെ മാത്രമാണോ ഇഷ്ടം അതോ പെൺമക്കളെ ഇഷ്ടമാണോ എന്ന് അറിയണമല്ലോ. അങ്ങനെ വഴിക്ക് വാ. വിനയന്റെ സ്വഭാവത്തിലെ നല്ല മാറ്റമുണ്ട് ചീരു. അവന് നിന്റെ മനസ്സിലും കയറി പറ്റാൻ കഴിഞ്ഞുവെന്നാ എനിക്ക് തോന്നുന്നത്. ഹേയ്, അയാൾ അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചു നോക്കുന്നുണ്ട്. ഞാനെന്തായാലും ഇഷ്ടം കൊണ്ട് അയാളോടൊപ്പം പോവാൻ സാധ്യതയില്ല. അയാൾ ഇനി എത്ര മാറിയാലും പഴയ പോലെ ആ മനുഷ്യനെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല ചേച്ചി. സ്നേഹമില്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ പോവരുത് ചീരു. അതുകൊണ്ട് ഒരു കാര്യമില്ല. അതിലും നല്ലത് നീ മക്കളുമായിട്ട് ഇവിടെ കഴിയുന്നതാ. അങ്ങനെയല്ല ചേച്ചി, നമ്മുടെ ജീവിതം നമ്മുടെ മാത്രമല്ലല്ലോ. നമ്മുടെ അച്ഛനും നമ്മുടെ മക്കളും ഒക്കെ അതിൽ പെടില്ലേ? അവരുടെയൊക്കെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി വിനയേട്ടനുമായി അഡ്ജസ്റ്റ്മെന്റിലും മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നു. ഇല്ലെങ്കിൽ അയാൾ എനിക്കൊരു സൗകര്യം തരില്ല. അത് നീ പറഞ്ഞത് ശരിയാ. നീ എന്ന് അവന്റെ കൂടെ പോകുന്നോ അതുവരെ അവൻ നിനക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ആർച്ചയും ഭദ്രയും നീ അങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടതുകൊണ്ട് ഇനി നിന്നിലുള്ള അധികാരം കൂടുകയും ചെയ്യും. അധികാരം കൊണ്ടിങ്ങ് വരട്ടെ. അതൊന്നും എൻ്റെ അടുത്ത് ചെലവാവില്ല. മോനോടുള്ള ഇഷ്ടം പോലെ തന്നെ പെൺമക്കളോടും ഇഷ്ടം കാണിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാനും സഹകരിച്ചു പോകാൻ തയ്യാറാവും. അതല്ല പഴയതുപോലെ മുടയായിട്ട് വന്ന ഓടിക്കും ഞാനിവിടുന്ന്. എന്തിനാ കരയണേ? കരയല്ലേ? വന്നേ ചോദിക്കട്ടെ. അമ്മയെ കാണാനിട്ടാണോ കരയുന്നേ? അവരുടെ അടുത്ത് ഉറങ്ങുന്ന സമയം ഒഴികെ ഏത് സമയത്തും ഈ പിള്ളേര് കരച്ചിലാണല്ലോ. കരയില്ലേ മോളെ? ഇതങ്ങ് കൊടുത്തേ. നമുക്ക് കുടിക്കാം. കുടിച്ചു നാശം പിടിക്കാനായിട്ട് വന്ന ഉടനെ കുറെ സമയം കിടന്നുറങ്ങിയല്ലേ, അതുകൊണ്ട് ഉടനെ ഒന്നും ഇവർ ഉറങ്ങുമെന്ന് തോന്നുന്നില്ല. ആ പെട്ടെന്ന് സ്ഥലം മാറിയതല്ലേ. അവിടെ കണ്ടവരെ ഒന്നും ഇവിടെ കാണാനുമില്ല. 2 ദിവസം കഴിഞ്ഞാലേ ഇവർ ഈ വീടുമായിട്ടൊന്ന് പൊരുത്തപ്പെടൂ. മക്കളുടെ അച്ഛൻ ഇതൊന്നും അറിയണ്ടല്ലോ. അവൻ നേരത്തെ അത്താഴം കഴിച്ചെന്ന് കിടന്നു. അല്ലെങ്കിൽ തന്നെ അവൻ ഇവരെ എന്നാ നോക്കിയിട്ടുള്ളത്? എന്നാ വിനയം മക്കളെ നോക്കുന്നില്ലെന്ന് ചീരുവിനോട് പറയാൻ പറ്റുമോ? ഓ ഓ ഓ ഓ ഓ എങ്കിൽ പിന്നെ ചീരു ഇവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുവോ? ഭാവിയിൽ അവളും മോനും ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. അത് അവനും അറിയാം. അതുകൊണ്ടാണല്ലോ മക്കളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാന്ന് ചീരുവിന്റെ മുമ്പില് വീരവാദം മുഴക്കിയത്. ആ ഇനി ഏതായാലും അവനെ ഇങ്ങനെ സുഖിക്കാൻ വിട്ടാ ശരിയാവില്ല ഏട്ടാ. ഏട്ടൻ ചെന്ന് അവനെ ഇങ്ങോട്ട് വിളിച്ചേ. ഇവിടെ വന്ന് നമ്മൾ അത്താഴം കഴിക്കുന്നവരെങ്കിലും കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കാൻ പറ. ഓ അവന് ചെന്ന് വിളിക്കും. എനിക്കും വിശപ്പ് തുടങ്ങി. ഷുഗറിന്റെ മരുന്ന് കഴിച്ചതല്ലേ. ഞാൻ ചെന്ന് അവനെ വിളിച്ചോണ്ട് വരാം. നീ അതുവരെ ഇവിടെ കൂടെ നോക്ക്. നാശം പിടിക്കാനായിട്ട് ഇതുങ്ങളാ ഞാനിന്ന്. വേണ്ട, നീ ഇപ്പൊ ഈ ബഹളത്തിനിടയിൽ കിടന്നൊന്ന് ഉറങ്ങണമെങ്കിൽ വല്ല സ്ലീപ്പിംഗ് പിൽസും കഴിച്ച് കിടക്കേണ്ടി വരും. എന്താ മാമ? നീ നിന്റെ മക്കളുടെ കരച്ചിൽ കേൾക്കുന്നില്ലേ? ആ
നന്നായിട്ട് കേൾക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? എന്നെ കണ്ട പിള്ളേരുടെ കരച്ചിൽ കൂടുതലേ ഉള്ളൂ. അതാ ഞാൻ അങ്ങോട്ടേക്ക് വരാത്തത്. ഹ്, അങ്ങനെ പറഞ്ഞു ഒഴിയാൻ വരട്ടെ. ഞാനും നിന്റെ അമ്മയും അത്താഴം കഴിച്ചിട്ടില്ല. ഞങ്ങൾ കഴിച്ചിട്ട് വരുന്നവരെ നീ മക്കളുടെ അടുത്ത് നിന്നേ പറ്റൂ. ഞങ്ങൾക്ക് എന്തായാലും ഇന്ന് ശിവരാത്രിയാ. ശരി, ഞാൻ നിന്നോളാം. എൻ്റെ മക്കളായി പോയില്ലേ, ആ എനിക്കവരെ